ഹായ് ഫ്രണ്ട്സ്, നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബർത്ത്ഡേ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ പൊടിച്ച പഞ്ചസാര 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മധുരം ഇഷ്ടമൊക്കെ ആണെങ്കിൽ 1 കപ്പ് വരെ പഞ്ചസാര പൊടിച്ചത് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ 1/4 കപ്പാണ് ചേർക്കുന്നുള്ളൂ. അതുപോലെ 1/4 ടീസ്പൂണ് ഉപ്പ്, പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. നമ്മളിതിൽ ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്നില്ല. അതുപോലെ മുട്ട 4 എണ്ണം റൂം ടെമ്പറേച്ചറിലുള്ളത്, പാല് 1/2 കപ്പ് തണുപ്പില്ലാത്ത പാല്, അതുപോലെ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, 1 ടീസ്പൂണ് വാനില എസൻസ്. ഇത്രയാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമുക്കിതൊക്കെ എടുത്ത് ആദ്യം തന്നെ റെഡിയാക്കി വയ്ക്കാം. അതുപോലെ ഇതിപ്പോൾ 1 കിലോ കേക്കിൻ്റെ റെസിപ്പിയാണ്. 1/2 കിലോ മതിയെങ്കിൽ ഇതിൻ്റെ പകുതി അളവിലെടുക്കുക ഇൻഗ്രീഡിയൻസൊക്കെ. അതുപോലെ ഞാനിവിടെ 2 ടിന്നിലായിട്ടാണ് ബേക്ക് ചെയ്യുന്നത്. 6 ഇഞ്ചിൻ്റെയും അതുപോലെ 5 ഇഞ്ചിൻ്റെയും. ഒരു ടിന്നിൽ മതിയെങ്കിൽ 8 ഇഞ്ചിൻ്റെ ടിന്നെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് ഇങ്ങനെ അരപ്പ് വെച്ചിട്ട് അതിലേക്ക് ഇട്ട് അരച്ചെടുക്കുക. അതിന് ആദ്യമായിട്ട് മൈദയും അതുപോലെ ഉപ്പും ബേക്കിംഗ് പൗഡറും ഇട്ടിട്ടുണ്ട്. അത് നമുക്കിങ്ങനെ മിക്സ് ചെയ്ത് കൊണ്ട് തന്നെ അരച്ചെടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് 3 തവണ വേണമെങ്കിലും ഇതുപോലെ അരച്ചെടുക്കാവുന്നതാണ്. ഞാനിവിടെ 1 തവണ ചെയ്ത ശേഷം വിസ്ക് വെച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കറക്റ്റായിട്ട് കാണുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ അകത്താണ് ഞാൻ മിക്സ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ ബൗൾ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒന്ന് നന്നായി തുടച്ച് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് 4 മുട്ടയാണ് ആവശ്യമുള്ളത്. അത് നമുക്ക് ഓരോന്നായിട്ട് പൊട്ടിച്ചൊഴിക്കാം. അത് ഇതുപോലെ ഒരു ചെറിയൊരു ബൗളിലേക്ക് ഒഴിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ മുട്ടയെങ്കിലും കേടുണ്ടെങ്കിൽ നമുക്ക് വേസ്റ്റായി പോകത്തില്ല. അതല്ലെങ്കിൽ നമുക്ക് കേടുള്ള മുട്ടയൊക്കെ അതിനകത്ത് വരാണെങ്കിൽ നമുക്കത് ഇൻഗ്രീഡിയൻസ് ഒക്കെ വേസ്റ്റാവും. അപ്പോൾ മുട്ട എടുത്ത ശേഷം ഇതിലേക്ക് വാനില എസൻസ് 1 ടീസ്പൂൺ അതും ചേർത്തിട്ടുണ്ട്. നമുക്കിത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഈ മുട്ട ബീറ്റർ ഇല്ലെങ്കിൽ മിക്സിയിലാണെങ്കിൽ അടിച്ചിട്ടെടുക്കാം. പക്ഷേ നമുക്ക് ബീറ്റർ വെച്ച് നന്നായി പതപ്പിച്ചെടുക്കുമ്പോൾ കേക്കിൻ്റെ സ്പഞ്ച് നല്ല സോഫ്റ്റ് അതുപോലെ ഹൈറ്റും കിട്ടും. നമ്മൾ മിക്സിയിൽ അടിച്ചിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഹൈറ്റ് കുറവായിരിക്കും, അതുപോലെ അത്ര സോഫ്റ്റ്നെസ് വരത്തില്ല. മുട്ട നന്നായി പതഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് പൊടിച്ചിട്ടുള്ള പഞ്ചസാര കുറേശ്ശായിട്ട് ചേർത്ത് കൊടുക്കാം. ഇത് ഫുൾ സ്പീഡിലിട്ട് തന്നെയാണ് നമ്മളിപ്പോൾ ബീറ്റ് ചെയ്യണത്. ഏകദേശം മുട്ട നന്നായി പതഞ്ഞ് കിട്ടാനായിട്ട് 15 മിനിറ്റിൻ്റെ അടുത്തേക്ക് വരും. അപ്പോൾ നമുക്ക് കുറച്ച് ക്ഷമയോടെ ഒന്ന് ചെയ്യണം. വീഡിയോ ലെങ്ത് ആവുന്നത് കൊണ്ട് നമ്മൾ സ്പീഡിലാണ് കാണിക്കുന്നത്. ഇത് നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിങ്ങനെ ബീറ്റർ എടുക്കുമ്പോൾ അതിങ്ങനെ താഴെ വീഴാത്ത ആ ഒരു തിക്നെസ്സാണ് വേണ്ടത്. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. സ്പീഡ് 1-ലിട്ടിട്ട് ബീറ്റ് ചെയ്താൽ മതി. അതിനുശേഷം നമുക്ക് ബീറ്റർ മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് സ്പാച്ചുല വെച്ചാണ് മിക്സ് ചെയ്യുന്നത്. സ്പാച്ചുല അതല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ട് ചെയ്യാം. തുടക്കക്കാർക്കാണെങ്കിൽ വിസ്ക് വെച്ചിട്ട് ചെയ്യുന്നതാണ് കുറച്ചുകൂടി ഈസി. അപ്പോൾ നമുക്ക് കുറേശ്ശെയായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മൈദയും ബേക്കിംഗ് പൗഡറിൻ്റെയും മിക്സ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുമിച്ച് ഇടരുത്, കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഒരു ചെറിയൊരു സ്പൂൺ വെച്ച് ഇടാന്ന് വെച്ചാൽ നമുക്ക് ആ മുട്ട ബീറ്റ് ചെയ്തെടുത്തത് താഴ്ന്നു പോവില്ല. അതിനുശേഷം അതിലേക്ക് പാലും ഇതുപോലെ 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് വിസ്ക് വെച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാമെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ അത് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഈ മിക്സ് ചെയ്യുന്ന സമയത്താണ് ഓവൻ ചൂടാക്കാൻ വെച്ചിട്ടുള്ളത്. പാത്രത്തിലാണെങ്കിൽ പാത്രം ആ സമയത്ത് നമ്മൾ ചൂടാക്കാൻ വെക്കണം. നമ്മൾ ഈ മിക്സ് ചെയ്ത് വരുമ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് തന്നെ ആവും. നമുക്കിത് മിക്സ് ചെയ്ത് ആ ടിന്നിലേക്കൊക്കെ ആക്കി റെഡി ആകുമ്പോൾ കറക്റ്റ് 10 മിനിറ്റ്സ് ആവും. അതുകൊണ്ട് അന്നേരം നമുക്ക് പാത്രം അല്ലെങ്കിൽ ഓവനോ പ്രീഹീറ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ ലെങ്ത് ആവുന്നത് കൊണ്ടാണ് നമ്മളിങ്ങനെ ഫാസ്റ്റായിട്ട് ചെയ്യുന്നത്. ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് സമയം എടുക്കും. ഒരു 10 മിനിറ്റ് എന്തായാലും വരും. വിസ്ക് വെച്ച് ഇങ്ങനെ എല്ലാ പൊടിയും പാലും ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്പാച്ചുല വെച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ അടിയിലൊക്കെ ചില സമയത്ത് മാവ് ഇങ്ങനെ കട്ട പിടിച്ചിട്ടിരിക്കുക. അതുകൊണ്ട് നമുക്ക് വിസ്ക് വെച്ചിട്ടും കൂടിയും വിസ്കിന് ശേഷം സ്പാച്ചുല വെച്ചിട്ട് നന്നായി ഒന്ന് കട്ട് ആൻഡ് ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ ബാറ്റർ തയ്യാറായിട്ടുണ്ട്. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ടിന്നിലേക്ക് പകുതിയായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് 5 ഇഞ്ചിൻ്റെയും 6 ഇഞ്ചിൻ്റെയും പാനായിരുന്നു.
നമുക്കിത് നന്നായി ഒന്ന് ടാപ്പ് ചെയ്തിട്ട് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിവിടെ 160 പിന്നെ 170 ഇടയ്ക്കായിട്ടാണ് വെച്ച് കൊടുക്കാറുള്ളത്. മോർഫി റിച്ചാർഡിൻ്റെ ഓവനാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ ആ ഒരു ടെമ്പറേച്ചർ 160 അല്ലെങ്കിൽ 165 ഇതിൻ്റെ റേഞ്ചിൻ്റെ ഉള്ളിലാണ് വെക്കാറുള്ളത്. ഇത് നമുക്ക് 35 തൊട്ട് 40 മിനിറ്റാണ് ബേക്ക് ചെയ്യാനായിട്ട് ടൈം എടുക്കുന്നത്. പിന്നെ താഴത്തെ കോയിൽ മാത്രമാണ് ഓൺ ചെയ്തിട്ടുള്ളൂ. ബേക്ക് മോഡിലിട്ടിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തണുത്ത ശേഷം ഇത് അതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലത് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഇത് 3 പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇത് 5 ഇഞ്ചിൻ്റെ കേക്കായിരുന്നു. നല്ല സോഫ്റ്റായിട്ടാണ് കേക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്കിതിങ്ങനെ തിന്നാൻ തന്നെയാണെങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലത്തെ ഒരു ബർത്ത്ഡേ ആവശ്യത്തിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ളതാണിത്. ബാക്കിയുള്ളത് കൊണ്ട് നമുക്ക് മിൽക്ക് കേക്കാണ് തയ്യാറാക്കിയിട്ടുള്ളത്. കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ വേണ്ട ഫില്ലിങ് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ ബേസ് വെച്ച് കൊടുത്തിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള കേക്കിൻ്റെ ഒരു ലെയർ വെച്ച് കൊടുത്ത് നന്നായി ഒന്ന് വെറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്കൊരു ബ്രഷ് വെച്ചിട്ട് അതല്ലെങ്കിൽ ബോട്ടിലാക്കിയിട്ടോ അതിന് ചെറിയ ഹോൾസ് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അത് വെച്ചിട്ടാണെങ്കിൽ നന്നായി വെറ്റ് ചെയ്ത് നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റും ജ്യൂസി ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കും. ഓവർ വെറ്റാവാനും പാടില്ല. നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അതിനുശേഷം നമുക്ക് വിപ്പിംഗ് ക്രീമും അതുപോലെ തന്നെ ഇതിൽ വൈറ്റ് ചോക്ലേറ്റ് അതുപോലെ കുറച്ച് നട്ട്സ് അത് കാഷ്യൂ നട്ടും ബദാമും ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് കടിക്കാൻ കിട്ടും. നല്ല ടേസ്റ്റാണ്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ലെയേഴ്സൊക്കെ സെറ്റ് ചെയ്തിട്ട് എടുക്കാം.